പൈസ ഒന്നും തരില്ല പോകുന്ന സമയത്ത്. പിന്നെ ചിലപ്പോൾ പറയും, നമ്മൾ പറയും കുഴപ്പമില്ല, പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നമ്മൾ പോകും. വീട്ടിൽ പോകുന്നത് വീട്ടിലെ പ്രാരാബ്ദങ്ങൾ ഓർത്തിട്ടാണ്. പക്ഷേ ഇവിടുന്ന് കിട്ടിയിട്ട് വേണം പോകാൻ. പക്ഷേ ഇത് വേണം, ഇവരെ പിണയ്ക്കാൽ ഒരു പക്ഷേ നാളെ നമ്മൾ സിനിമയിൽ നിന്ന് കട്ടാവും എന്നുള്ള പേടിയിലാണ് നമ്മൾ ഇറക്കുക. ഇപ്പോൾ കൊണ്ടുപോകുന്ന എനിക്ക് അങ്ങനെ ചില അനുഭവമുണ്ട്. ഇല്ല കുഴപ്പമില്ല, അങ്ങനെ പറയണ്ട, എൻ്റെ ഒരു സന്തോഷത്തിന് അതിരിക്കട്ടെ. അപ്പോൾ അല്ല കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, അല്ല ഇരിക്കട്ടെ എന്നിട്ട് എനിക്കൊരു സംവിധായകൻ മുമ്പ് പ്രൊഡ്യൂസർ പറഞ്ഞു ഇരിക്കട്ടെ വേണ്ടി എനിക്ക് ചെക്ക് എഴുതുന്നു. ഞാൻ പറയും വേണ്ട സാർ കുഴപ്പമില്ല, നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും. അല്ല അത് പറ്റില്ല, എൻ്റെ സന്തോഷത്തിന് ഇതിരിക്കട്ടെ, ഇല്ലെങ്കിൽ എനിക്കൊരു വിഷമമാക്കാം, നീ അത്രത്തോളം കൂടെ വന്നതെന്ന് ആ ചെക്ക് ബൗൺസായി. ഞാൻ 100 വട്ടം പറഞ്ഞ വേണ്ട. അപ്പൊ നമ്മള് വിചാരിക്കും ഭയങ്കരമായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നീ വിചാരിച്ചു കൊണ്ടുപോയി ആ പൈസയാണ് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല, ബൗൺസായിട്ട് ഇയാളെ വിളിച്ചപ്പോ അയാൾ ഫോൺ എടുക്കുന്നു. ആ പൈസ എന്തെങ്കിലും എനിക്ക് തോന്നുന്നു 40-50 ചെക്കുകൾ ഇരിപ്പുണ്ട് ഇപ്പോഴും, പഴയ ചെക്ക് തന്ന ചെക്ക്. ചെക്കിലൊക്കെ 27 ഒപ്പൊക്കെ ഉണ്ട് പല സൈഡിലായിട്ട്. അങ്ങനെ ചെക്കിൽ സാറിന് ഓരോ ഒപ്പല്ലേ ഇടണം. അപ്പോൾ ഇത്രയും ഒപ്പുകൾ കിടമ്പോൾ ഞാൻ വിശ്വസിക്കും, ഉറപ്പാണെന്ന് വിചാരിക്കും.